എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? സ്വന്തം കാര്യം മാറ്റിവെച്ചും എന്ത് സഹായത്തിനും മുന്നിലുണ്ടാകുമല്ലേ? എന്നാൽ ഇതിനു പിന്നിലൊരു വലിയ വില നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശം, അതായത് ഈ പീപ്പിൾ പ്ലീസിംഗ് സ്വഭാവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചാണ് വിശദമായി ഒന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളോട് തന്നെ ഒന്ന് സത്യസന്ധമായി ചോദിച്ചു നോക്കൂ. ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഈ ഒരു പരിപാടി നിങ്ങളങ്ങ് നിർത്തിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിലെവിടെ ഒരു പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്കല്ല കേട്ടോ. ഇത് വളരെ സാധാരണമായൊരു മാനസികാവസ്ഥ മാത്രമാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യമുള്ളത്. നമ്മുടെ ഈ സ്വഭാവം കാണുമ്പോൾ സമൂഹം പറയും, ഓ, അവർക്ക് എന്ത് വലിയ മനസ്സാണ്, എന്ത് നല്ല മനുഷ്യനാണ് എന്നൊക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. പക്ഷേ മനഃശാസ്ത്രം പറയുന്ന യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ഇത് നിങ്ങളുടെ വലിയൊരു കഴിവോ നന്മയോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ആത്മാഭിമാനത്തെ, അതായത് സ്വന്തം വാല്യൂവിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഞെട്ടണ്ട, അതുതന്നെയാണ് സത്യം. ഈയൊരവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കാൻ ഇമോഷണൽ കെയർടേക്കർ എന്നൊരു റോള് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരെക്കാൾ മുൻപേ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ ഓടി നടക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. എന്നാൽ ഇത് വെറും സ്വാർത്ഥതയില്ലാത്ത സ്നേഹം കൊണ്ടാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് തെറ്റിയത്. മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഉപകാരവുമില്ലാത്ത ആളായി മാറിയാൽ ആ ബന്ധം അവിടെ വെച്ച് ഇല്ലാതായി പോകുമോ എന്ന അതിഭയങ്കരമായ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം. നിങ്ങളെ എപ്പോഴും ക്ഷീണിപ്പിക്കുന്ന ഈ സ്വഭാവത്തെ സൈക്കോളജിയിൽ വിളിക്കുന്ന പേരാണ് ആൻഷ്യസ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിംഗ് അറ്റാച്ച്മെന്റ്. ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇതൊരിക്കലും നിങ്ങളുടെ ഒരു വ്യക്തിപരമായ കുഴപ്പമോ പോരായ്മയോ അല്ല. ബന്ധങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ നിന്ന് അറിയാതെ ഉണ്ടായിവരുന്ന ഒരു പാറ്റേൺ മാത്രമാണിത്. ആരും നിങ്ങളെ വിട്ടുപോകാതിരിക്കാനാണ് നിങ്ങളിങ്ങനെ അമിതമായി എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനി ഈ ഒരു സ്വഭാവം എങ്ങനെയാണ് നമ്മളിൽ ഇത്രത്തോളം വേരുറച്ചതെന്ന് നോക്കാം. ഇതിന്റെ തുടക്കം ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ ഒക്കെ മാത്രമായിരിക്കും നിങ്ങൾക്കൊരുപക്ഷെ സ്നേഹവും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് വലുതായി കഴിയുമ്പോഴും എന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തിപ്പെടുന്നു. ഈ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ വേർ ഇവിടെയാണ്. ഇതിനെ കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ നിബന്ധനകൾ പാലിക്കുമ്പോൾ മാത്രം സ്നേഹം ലഭിക്കുന്ന അവസ്ഥ. ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന് നിങ്ങളുടെ തലച്ചോറിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിച്ചെടുത്തത് ഇതുകൊണ്ടാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണല്ലേ? നമ്മളുപോലും അറിയാതെ നമ്മുടെ മനസ്സ് പഠിച്ചുവെച്ചൊരു കാര്യം. ഇതെല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. മുതിർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ തന്നെ ദുരന്തപൂർണമായി മാറിമറിഞ്ഞു. സാധാരണ ഒരാൾ എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിടത്ത് നിങ്ങളുടെ മനസ്സെപ്പോഴും ചോദിക്കുന്നത് ഞാൻ ആർക്കെങ്കിലും ഇപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ്. ഈ ഒരു ചോദ്യമുള്ളതുകൊണ്ടാണ് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ വെറുതെ ഒന്ന് വിശ്രമിക്കാൻ നോക്കിയാൽ പോലും ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും, ശരിയല്ലേ? ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ തിരിച്ച് ആരെങ്കിലും ഒരു സഹായം ചെയ്താലോ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. സൈക്കോളജിയിൽ ഇതിനെ ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്നാണ് വിളിക്കുന്നത്. ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് വലിയൊരു കടമായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. സ്നേഹമായാലും സഹായമായാലും അതെല്ലാം എപ്പോഴും കഷ്ടപ്പെട്ട് നേടിയെടുക്കണമെന്ന ചിന്തയാണ് തലച്ചോറിന്. അതുകൊണ്ട് തന്നെ യാതൊരു കണ്ടീഷനുമില്ലാത്ത സ്നേഹം, അതായത് ഫ്രീ ലവ്, നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒരു കാര്യമായി മാറുന്നു. ഇനി ഈ ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെപ്പോഴും സഹായിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും സഹായിക്കാൻ വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കും? സത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് വല്ലാത്തൊരു ഉത്കണ്ഠയും അസ്വസ്ഥതയും തോന്നാറില്ലേ? നിങ്ങളുടെ ആ ഒരു റോൾ മറ്റൊരാൾ എടുക്കുന്നു എന്ന് തോന്നലുണ്ടാവുമ്പോൾ അതെങ്ങനെയുള്ള പേടിയാണ് നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്? മറ്റൊരാൾ ആ സ്ഥാനം എടുക്കുമ്പോഴുണ്ടാവുന്ന ഈ അസ്വസ്ഥത പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വെറുമൊരു അസൂയയായി തോന്നിയേക്കാം. ഏയ്, ഇതൊരിക്കലും അസൂയല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ സർവൈവൽ തിങ്കിങ് അല്ലെങ്കിൽ അതിജീവന ചിന്തയാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കവിടെ സ്ഥാനമുള്ളെന്ന് തലച്ചോർ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ഉപയോഗം ഇല്ലാതാവുമ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു പോകുമോ എന്ന വലിയൊരു പേടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. നിങ്ങളാകെ തളർന്നിരിക്കുമ്പോഴും മറ്റുള്ളവർക്കായി ഓടുന്നു, സ്വന്തം ആവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു, ഊർജ്ജം മുഴുവൻ തീർന്ന അവസ്ഥയിലും ഈ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു. ഇത് സത്യത്തിൽ സ്വന്തം ആവശ്യങ്ങളെ എപ്പോഴും അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പഴയ പ്രോഗ്രാമിംഗ് ആണ്.
ശരിക്കും ഇത് ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ നിന്നും മറ്റുള്ളവർക്ക് നിരന്തരം പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മളൊരു പുതിയ ചിന്ത തുടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെ വിലയിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ ആരാണ് എന്നതിലാണ്. നിങ്ങളുടെ ഈ അമിതമായ സഹായിക്കല് മുൻപ് പറഞ്ഞതുപോലെ ഒരു പ്രതിരോധ രീതി മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ കുഴപ്പമല്ല. സ്നേഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉപകാരമുള്ള ഒരാളാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളായതുകൊണ്ട് മാത്രം സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും പൂർണ്ണമായിട്ടും അർഹതയുള്ള ആളാണ്. ഇതെപ്പോഴും ഓർക്കുക. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വയ്ക്കുകയാണ്. മറ്റുള്ളവർക്ക് നൽകാനായി നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്ന ആ നിബന്ധനകളില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ നൽകാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ അനന്തമായ സ്നേഹവും കരുതലുമെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചുവിട്ടു നോക്കൂ. അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. അപ്പോൾ മനുഷ്യമനസ്സിന്റെ കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഈയൊരു വിശകലനം നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയൊരു ദിശ നൽകിയെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.